കത്തോലിക്ക സഭയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ച സ്പാനിഷ് നടി സിൽവിയ ഏപ്രിലിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സഭയെ ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമെന്ന് വിശേഷിപ്പിച്ച നടിയുടെ പ്രസ്താവന ക്രൈസ്തവ വിശ്വാസികളെ ആഴത്തിൽ മുറിപ്പെടുത്തിയതായും സഭയുടെ സേവനങ്ങളെ വില കുറച്ച് കാണുന്നതാണെന്നും വിശ്വാസികൾ ചൂണ്ടിക്കാട്ടി. ഒരഭിമുഖത്തിനിടെയാണ് സിൽവിയ സഭയെ പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. സഭയെ പരിഹസിച്ചതിനു പുറമെ ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും അവർ പറഞ്ഞു. യുവാക്കൾക്കിടയിലുള്ള ഈ മതപരമായ മാറ്റത്തെ അവർ പുച്ഛത്തോടെയാണ് സംസാരിച്ചത്. സഭയെ ഒരു ചെറിയ സ്ഥാപനമായോ അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത ഒന്നായോ ചിത്രീകരിക്കാൻ അവർ ഉപയോഗിച്ച വാക്ക് വലിയ വിവാദത്തിന് തിരികൊളുത്തി. സഭയുടെ പവിത്രതയും ചരിത്രപരമായ പ്രാധാന്യത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചു. നടിയുടെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ആയിരക്കണക്കിന് വിശ്വാസികളാണ് രംഗത്തെത്തിയത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ദരിദ്രർക്കും രോഗികൾക്കും അത്താണിയാകുന്നത് സഭയുടെ ചാരിറ്റി സ്ഥാപനങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി നിലകൊള്ളുന്ന സഭയെ തട്ടിക്കൂട്ട് എന്ന് വിളിച്ച് അപമാനിച്ചത് പ്രതിഷേധാർഹമാണ്. സഭ നടത്തുന്ന വിദ്യാലയങ്ങളും ആശുപത്രികളും വഴി ലഭിക്കുന്ന സേവനങ്ങൾ ലോകത്തിന്റെ പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മനുഷ്യർക്ക് ആത്മീയ പ്രകാശവും ആശ്വാസവും നൽകുന്ന സഭയെ ഇത്തരം തരം താഴ്ന്ന പരാമർശങ്ങൾ കൊണ്ട് തളർത്താൻ കഴിയില്ല എന്നും ക്രൈസ്തവ കൂട്ടായ്മകൾ വ്യക്തമാക്കി. സഭയെയും വിശ്വാസത്തെയും അവഹേളിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന് വിവിധ ക്രൈസ്തവ കൂട്ടായ്മകൾ ആവശ്യപ്പെട്ടു. കലയുടെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയോ പേരിൽ വിശ്വാസികളുടെ വികാരങ്ങളെ മുറിപ്പെടുത്താൻ ആർക്കും അവകാശമില്ല എന്ന് സ്പാനിഷ് ക്രൈസ്തവ നേതാക്കൾ വ്യക്തമാക്കി. നടി തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യവും വിശ്വാസികൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്.